കുഴപ്പമാണോ എന്ന് ചോദിച്ചാൽ കുഴപ്പമാണ് വിഷ്ണു. തന്നോട് വേണമെങ്കിൽ മറച്ചു വെച്ച് സംസാരിക്കാം, പക്ഷെ അതിൻ്റെ കാര്യമില്ല. ട്രീറ്റ്മെൻറ്റ് തുടങ്ങേണ്ട സമയം തന്നെ വൈകി. വിഷ്ണുട്ടൻ എന്താ ഈ ആലോചിക്കുന്നത്? വിഷ്ണുട്ടൻ എന്താ ആലോചിക്കുന്നതെന്ന്? ഒന്നുമില്ല. ഈയിടെയായിട്ട് ആലോചന കുറച്ച് കൂടുന്നുണ്ട്. ആ എങ്കിൽ ആലോചന കുറച്ചേക്കാം. താനേ ഒരു സ്പൂൺ അവിലും എടുത്തന്നേ. ഏയ് താട്. ആ ദാ, പതുക്കെ പതുക്കെ. കൊള്ളാം. അങ്ങനെയാണേ താനോട് ഒരു സ്പൂൺ കഴിക്കും. എടോ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. ഞാൻ തരണോ? അതെ, ഈയിടെയായിട്ട് ഇങ്ങനെയുള്ള മോഹങ്ങൾ കുറച്ച് കൂടി വരുവാണല്ലോ. നടക്കട്ടോ. ആഗ്രഹിക്കുന്ന എല്ലാം നടന്നില്ലെങ്കിലും ചിലതയിലൊക്കെ നടക്കട്ടെ, അത്രേ ഉള്ളൂ. അച്ഛൻ ഈയിടെയായിട്ട് മെഡിസിൻ കഴിക്കുന്ന കാര്യത്തില് വലിയ മടിയാ കാണിക്കുന്ന കേട്ടോ. ഞാൻ എന്റെ ജീവിതം ഏതാണ്ട് ജീവിച്ച് മടുത്ത അവസ്ഥയില. ഇനി ഞാൻ അങ്ങോട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വേണ്ടിട്ടാ. അപ്പോ അതിന്റെ ഉത്തരവാദിത്വവും നിങ്ങൾക്ക് തന്നെയാ. അത് നിങ്ങൾ അമ്മയും മകളും ഏറ്റെടുത്ത് കൃത്യമായിട്ട് നടത്തിയാൽ നിങ്ങൾക്ക് തന്നെ കൊള്ളാം. എന്ത് പറഞ്ഞാലും അച്ഛന് അച്ഛൻ്റെതായ രീതിയിലൊരു ന്യായം ഉണ്ടാവുമല്ലോ. ഞങ്ങളുടെ പ്രാർത്ഥന കൊണ്ടാ ഒരാപത്തും കൂടാതെ ആൾ ഇപ്പോഴും ഇങ്ങനെ ഇരിക്കുന്നെന്നുള്ള ഓർമ്മ വേണം. ക്ഷേത്രങ്ങൾ തോറും വഴിപാട് കഴിക്കുന്നത് ഞാനാണല്ലോ. എത്ര വഴിപാട് കഴിച്ചാലും അങ്ങേരെ ഓരോന്നൊക്കെ കണ്ടുവച്ചിട്ടുണ്ട്. അതുപോലെ കാര്യങ്ങൾ നടക്കൂ. വരാനുള്ള ദുരന്തങ്ങൾ എന്തൊക്കെയായാലും അതൊക്കെ വന്ന് ഭവിക്കുക തന്നെ ചെയ്യും. മഹേന്ദ്ര, എടാ മഹേന്ദ്ര, ഇറങ്ങി വാടാ ഇങ്ങോട്ട്. യോഹന്നാൻ. മഹേന്ദ്ര, എടാ മഹേന്ദ്ര. പറഞ്ഞു തീർന്നില്ല, വന്നു. എന്നെ വർഷങ്ങളായി പിന്തുടരുന്ന വലിയ ഒരു ദുരന്തം. മറ. എന്റെ ദൈവമേ. മഹേന്ദ്ര, എന്താ മഹേന്ദ്ര, സുഖം തന്നെയല്ലേ?